Welcome to plus 2 physics classes. Chapter 1 Electrics, Charges and Fields. Topics to be covered in this chapter are electric charge, properties of electric charge, Coulomb's law, electric field, electric dipole, electric flux, Gauss law and its applications. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം. നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ കൂട്ടുകാരൊത്ത് കളിക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ കയ്യിലുള്ള പേന, ആ പേന തലയിൽ നന്നായിട്ട് ഉരസിയതിന് ശേഷം നന്നായിട്ട് റബ്ബ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഒരു പേപ്പർ പീസിലോട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അത് ആ പേപ്പർ പീസ് പെന്നിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? അട്രാക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ അട്രാക്ഷൻ എവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പറയുമ്പോൾ ഈ പേനയും പേപ്പർ പീസും തമ്മിൽ നമ്മൾ എക്സ്റ്റേണലി ഒരു ചാർജും ഒരു കറണ്ടും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഈ പേന ആ പേപ്പർ പീസിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്? ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് പരിചയപ്പെടാം. എൻ്റെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ട്, ഒരു സിൽക്കിന്റെ ഒരു ക്ലോത്ത് ഉണ്ട്. ഈ ബലൂണിനെ ഞാൻ ഈ സിൽക്ക് ക്ലോത്തിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ ഈ ബോർഡിലോട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് അത് ഈ ബോർഡിൽ അട്രാക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ബലൂണ് ഈ സിൽക്ക് ക്ലോത്തിൽ റബ്ബ് ചെയ്ത സമയത്ത് ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിച്ചത്? ഇനിയിപ്പോ സപ്പോസ് ഞാൻ എൻ്റെ കയ്യിൽ ഒരു മെറ്റാലിക് ബോഡി ഉണ്ട്, ഒരു സംതിങ്, ഒരു ഇരുമ്പിന്റെ കഷ്ണം. ആ ഒരു ഇരുമ്പിന്റെ കഷ്ണമാണ് ഞാൻ ഈ സിൽക്ക് ക്ലോത്തിൽ റബ്ബ് ചെയ്തിട്ട് ബോർഡിൽ വെക്കുന്നതെങ്കിൽ അത് അട്രാക്ട് ചെയ്യില്ല. അപ്പൊ ചില ബോഡികൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത്. This is due to the effect of electric charge. ഇലക്ട്രിക് ചാർജ് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം ഉരസുന്ന സമയത്ത് ചാർജ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അതായത് നേരത്തെ ഈ പേന എൻ്റെ തലയിൽ ഉരസുന്ന സമയത്ത് ഈ ഹെയറും പ്ലാസ്റ്റിക്കും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നു. അപ്പോ ഹെയറിന്റെ സർഫസിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് പ്ലാസ്റ്റിക്കിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ആരാണോ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നത്, പുറത്തേക്ക് കൊടുക്കുന്നത്, അയാൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുക. ആരാണോ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അവർക്ക് നെഗറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പ്ലാസ്റ്റിക്കിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പൊ ഈ പേനയ്ക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുമ്പോൾ ആ ഒരു ചാർജ്ഡ് ബോഡി പേപ്പർ പീസിലോട്ട് വരുമ്പോൾ അവിടെ ഒരു അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സിൽക്ക് ക്ലോത്ത്, അതുപോലെ തന്നെ ബലൂൺ, ഇത് രണ്ടും തമ്മിൽ ഒരു റബ്ബിംഗ് നടത്തുന്ന സമയത്ത്, ഒന്ന് ഉരസുന്ന സമയത്ത് സിൽക്ക് ക്ലോത്തിൽ നിന്നുള്ള ഇലക്ട്രോൺസ് ബലൂണിലോട്ട് മൂവ് ചെയ്യുന്നു. ഫ്രീ ഇലക്ട്രോൺസ്. ഇതൊരു സർഫസ് ഫിനോമിനൻ ആണ്. അപ്പോ സിൽക്ക് ക്ലോത്തിന് പോസിറ്റീവ് ചാർജും ബലൂണിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇത്തരത്തിൽ നെഗറ്റീവ് ചാർജ് കിട്ടിയ ബലൂൺ വാളിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഇത് എല്ലാ മെറ്റീരിയൽസിനും ഇത്തരത്തിൽ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇല്ല. ചില മെറ്റീരിയൽസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഇലക്ട്രോൺസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളൂ. അത്തരത്തിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്സ്.
dielectrics. Di means two, electrics electric charge, two charge form ചെയ്യുന്ന substances. അപ്പോൾ ഇവിടെ ഹെയർ, പ്ലാസ്റ്റിക്, സിൽക്ക്, ബലൂൺ ഇതെല്ലാം ഡൈഇലക്ട്രിക്സ് ആണ്. ഇനി ഇത്തരത്തിൽ ഇതൊരു ഇലക്ട്രിക് ഫിനോമിനൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ഫിനോമിനൻ. ഇവിടെ ഈ ഡൈഇലക്ട്രിക്സുകളിലെല്ലാം ഉള്ള ഇലക്ട്രോൺസ് നേരത്തെ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസ് ആണ്. നമ്മൾ എക്സ്റ്റേണലി ഒരു ചാർജും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദീസ് ആർ ദ ഇലക്ട്രോൺസ് അറ്റ് റെസ്റ്റ് ഓഫ് ദ ബോഡി. സോ the study of this electric phenomenon is called as the electrostatics. Electrostatics is the study of electrons, electric charge. Statics, the charge is at rest. The study of electric charge at rest. റെസ്റ്റിലുള്ള ഇലക്ട്രിക് ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇനി അതുപോലെ സപ്പോസ് ഒരു സിൽക്ക് ക്ലോത്തിൽ ഉണ്ട്, അതുപോലെ ഒരു ഗ്ലാസ് റോഡ് ഉണ്ട്, ഒരു ഗ്ലാസിന്റെ ഒരു പൈപ്പ്. ഇത് രണ്ടും റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗ്ലാസ് റോഡിൽ നിന്നുള്ള ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജും സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുക. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജും ഫോം ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ചാർജും ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ സിൽക്ക് ക്ലോത്തിൽ റബ് ചെയ്തിട്ടുള്ള രണ്ട് പ്ലാസ്റ്റിക് റോഡുകൾ. ഇപ്പൊ ഈ സിൽക്ക് ക്ലോത്തിൽ ഈ ഒരു ഒന്നാമത്തെ ഗ്ലാസ് റോഡ് റബ് ചെയ്തു, അതുപോലെ തന്നെ മറ്റൊരു ഗ്ലാസ് റോഡ് ഉണ്ട്, സെക്കൻഡ് ഗ്ലാസ് റോഡ്. ഈ സെക്കൻഡ് ഗ്ലാസ് റോഡും റബ് ചെയ്യുന്ന സമയത്ത് ഇതിനും പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ്. ഈ രണ്ട് ഗ്ലാസ് റോഡുകൾ തമ്മിൽ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഒരു റിപ്പൾസീവ് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ഒരു റിപ്പൾഷൻ ആണ്, പോസിറ്റീവ് ചാർജസ്. അതുപോലെ ഇവിടെ ഹെയറും പ്ലാസ്റ്റിക്കും തമ്മിലല്ല അടുത്ത്. ഇനി വേറൊരു പ്ലാസ്റ്റിക് ബോഡി, പ്ലാസ്റ്റിക് 2, ഇത് പ്ലാസ്റ്റിക് 1, പ്ലാസ്റ്റിക് 2 റബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്ലാസ്റ്റിക്കിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇവിടെ ഓൾറെഡി ഒന്നാമത്തെ പ്ലാസ്റ്റിക് ബോഡിക്ക് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഇനി ഈ രണ്ട് നെഗറ്റീവ് ചാർജസ് ഉള്ള പ്ലാസ്റ്റിക് ബോഡി അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒരു റിപ്പൾസീവ് പ്രോപ്പർട്ടി കാണിക്കും. കാരണം എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് ആണല്ലോ. രണ്ട് പോസിറ്റീവ് ചാർജുകൾ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജുകൾ ഇതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇനി ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജ്, ഇത് രണ്ടും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഇത് ലൈക്ക് ചാർജസ്, പോസിറ്റീവ് പോസിറ്റീവ്, നെഗറ്റീവ് നെഗറ്റീവ്, ലൈക്ക് ചാർജസ്. ഇതോ ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പൊ അൺലൈക്ക് ചാർജസ്. So like charges repulses each other and unlike charges attracts each other. ഇത്തരത്തിൽ സബ്സ്റ്റൻസസുകളിൽ ഇലക്ട്രിക് ഫിനോമിനൻ കാണിക്കുന്ന സമയത്ത് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഉണ്ടെന്ന് കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേരാണ് ഡുഫൈൻ. ഒരു ഫ്രഞ്ച് സയന്റിസ്റ്റ് ആണ്. He discovered the phenomenon of attraction or
അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. ഈ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ഉണ്ടാവാനുള്ള കാരണം പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജുകളുടെ ഫോർമേഷൻ ആണ്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. So Dufay discovered the attractive and repulsive property. Benjamin Franklin discovered the positive and negative charges. ഇത്തരത്തിൽ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി കാണിക്കുന്ന സബ്സ്റ്റൻസുകളെല്ലാം, മെറ്റീരിയൽസിനെല്ലാം ഒരു സീരീസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ആ സീരീസിന്റെ പേരാണ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. ഈ സീരീസിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് പേപ്പർ, കോട്ടൺ, സ്റ്റീൽ, വുഡ് ഇതൊക്കെ നമുക്കൊരു സീറോ മീൻസ് ന്യൂട്രൽ കണ്ടീഷനിൽ കാണിക്കാം. സീറോ മീൻസ് ന്യൂട്രൽ, അതായത് ഇതിന് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനോ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി കുറവാണെന്നർത്ഥം. ദാറ്റ് ഈസ് ന്യൂട്രൽ ആണ്. അതുപോലെ ഹ്യൂമൻ ഹെയർ, നെയിലോൺ, സിൽക്ക് എന്നിവക്ക് പോസിറ്റീവ് ചാർജ് വരാൻ, ദാറ്റ് ഈസ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ, അതാണുള്ളത്. അതുപോലെ പ്ലാസ്റ്റിക്, സിലിക്കോൺ, ടെഫ്ലോൺ എന്നുള്ളതിന് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ, ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ടെൻഡൻസി ടു ബിക്കം നെഗറ്റീവ്ലി ചാർജ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഹെയറും പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പേനയും ഹെയറും തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ ആ പ്ലാസ്റ്റിക്കിന് ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഹ്യൂമൻ ഹെയറും പ്ലാസ്റ്റിക്കും തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ ഹ്യൂമൻ ഹെയറിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസിയും പ്ലാസ്റ്റിക്കിന് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയും ആണുള്ളത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും, ഹ്യൂമൻ ഹെയർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇത്തരത്തിൽ നെഗറ്റീവ് ചാർജ് ഗെയിൻ ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് ബോഡി പേപ്പർ പീസിലോട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് ആ പേപ്പർ പീസ് പ്ലാസ്റ്റിക്കിൽ അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോ നേരത്തെ പ്ലാസ്റ്റിക് പേന ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഒരു മരക്കഷ്ണമാണ് ഉപയോഗിക്കുന്നത്. ഒരു മരക്കഷ്ണം തലയിൽ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം ഒരു പേപ്പർ പീസിലോട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് അവിടെ അട്രാക്ഷൻ സംഭവിക്കുന്നില്ല. കാരണം എന്താണ്? വുഡ് എന്നുള്ളത് ന്യൂട്രൽ സ്റ്റേറ്റിലാണുള്ളത്. വുഡും ഹെയറും തമ്മിലാണ് ഇന്ററാക്ഷൻ വരുന്നത്. ഹെയറിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, പക്ഷേ വുഡിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാനോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല. അതുകൊണ്ട് തന്നെ വുഡിന് പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ കിട്ടുന്നില്ല. ആ ഇലക്ട്രിക് ഫിനോമിനൻ വുഡിന് വരാത്തത് കൊണ്ടാണ് ആ തടിക്കഷ്ണം പേപ്പർ പീസിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ പേപ്പർ പീസ് വുഡിൽ അട്രാക്ട് ചെയ്യാത്തത്.